ഞാൻ 2, 3, 4 വീഡിയോ ചെയ്തു. ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് റിവൈവൽ, അതായത് അവരുടെ ഇത്രമാത്രം ഇന്ത്യയിൽ ഉണ്ടാകുന്ന വളർച്ചയെപ്പറ്റി. ഇത് ചെയ്യാനുണ്ടായ കാരണമുണ്ട് ബേസിക്കലി. അതായത് നാഷണൽ മീഡിയ, ഇന്ത്യ ടുഡേ ചെയ്തു, വലിയൊരു കവർ സ്റ്റോറി ചെയ്തു, അതിനുശേഷം ആജ് തക്ക് ചെയ്തു, ഇന്ത്യ TV ചെയ്തു, ദൈനിക് ജാഗരൺ ചെയ്തു, അതായത് ന്യൂസ് പേപ്പർ ചെയ്തു, ദൈനിക് ഭാസ്കർ ചെയ്തു, പഞ്ചാബ് കേസരി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ വലിയ ആർട്ടിക്കിൾ എഴുതി. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡിസ്കഷനായിരിക്കും ഈ പറയുന്ന പെൻഡക്കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഭവം. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ടോപ്പിക് എടുത്ത് ഇതിനെപ്പറ്റി കൂടുതൽ പറയുവാൻ ശ്രമിക്കുന്നത്, ഇന്ത്യയുടെ ഗ്രൗണ്ട്. അപ്പം ഞാനൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു റിലീജിയസ് എക്സ്പേർട്ടൊന്നുമല്ല. എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു നോർമലായിട്ടൊരു ജേർണലിസ്റ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം അതിനെപ്പറ്റി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ താഴെ ഒത്തിരി കമൻസുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെയാണ് എൻകറേജ് ചെയ്ത് നിങ്ങളിത് കമൻറ്റ് ചെയ്യണം. കാരണം അത് ചെയ്താൽ മാത്രമേ എൻ്റെ തെറ്റെനിക്ക് തിരുത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എക്സ്പേർട്ടല്ല. എൻ്റെ അറിവ് പൂജ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നും. അപ്പം നേരത്തെ പോയ മറ്റേ ആന്ധ്ര, തമിഴ്നാട്, അതിൻ്റെ താഴെ ഒത്തിരി കമൻറ്റ് വന്നു, പഞ്ചാബിൻ്റെ താഴെ ഒത്തിരി കമൻറ്റ് വന്നു. അപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, ഈ കമൻറ്റ് ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിനും എന്താണ് പെൻഡക്കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്നതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. എല്ലാവരും പറയുന്നു ബ്രെഡ് കൊടുത്തു, പാല് കൊടുത്തു, അമേരിക്കയിൽ നിന്നും പണം വന്നു, അതിൻ്റെ പേരിലാണ് ഇവരായത്, പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. കാരണം അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായ സംഭവം, ഈ പറയുന്ന പല ക്രൈസ്തവരും കമൻറ്റ് ഇട്ട്, ചില മുസ്ലിംസുകളൊക്കെ ചുമ്മാ തെറി വിളിക്കുന്ന ഒരു കാര്യമില്ല. അത് ലെറ്റ് ഇറ്റ് ലീവ്, കാരണം ഇഗ്നോർ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ക്രിസ്ത്യൻസും പല ഹിന്ദുക്കളും പല രീതിയിലാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക്, അതായത് ഇപ്പം പറയുന്ന ടോപ്പിക്ക് എടുത്തതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്, ഈ പെൻഡക്കോസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടാകുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ആ പെൻഡക്കോസ്റ്റ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 50th, അതായത് 50ാമത്തെ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അത് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷന് ശേഷം 50 ദിവസം, അതായത് ക്രൂസിഫിക്കേഷൻ ശേഷം 50 ദിവസം കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ഒരു ഭാഗത്ത് തടിച്ചുകൂടിയൊരു ഹാളിൽ, അവരിൽ, അത് സൺഡേ ആയിരുന്നു, അവരിൽ വന്ന ഹോളി സ്പിരിറ്റാണ് ഈ പെൻഡക്കോസ്റ്റ് എന്ന് പറയുന്ന 50ാമത്തെ ദിവസം നടന്ന്, അതിനാണ് പെൻഡക്കോസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ പെൻഡക്കോസ്റ്റ് ഫെസ്റ്റിവൽ ഈ പറയുന്ന ഓർത്തഡോക്സും കാത്തലിക്സും മറ്റുള്ളവരെല്ലാവരും ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ കൂടിയാണ് പെൻഡക്കോസ്റ്റ് ഫെസ്റ്റിവൽ. അതാണ് എൻ്റെ അറിവ്. കാരണം ഞാൻ പണ്ട് ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്ന നേരത്ത് ഈ പെൻഡക്കോസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഞായറാഴ്ച വളരെ സുദീർഘമായ ഒരു കുർബാനയാണ് അന്ന് നടക്കുന്നത്. അപ്പം അവർക്കുണ്ട്, എനിക്കറിയില്ല കാത്തലിക്സിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ വാക്ക് വരുന്ന പെൻഡക്കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കോയിൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ പെൻഡക്കോസ്റ്റ് റിവൈവൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 10 200 വർഷമൊന്നുമല്ല, 20ാം സെഞ്ച്വറിയുടെ തുടക്കത്തിലുണ്ടായ സംഭവമാണ്. അതായത് 2005 മുതൽ 2016 വരെയാണ് അമേരിക്കയിലൂടെ കാലിഫോർണിയ സ്റ്റേറ്റ്, അവിടെ ലോസ് ഏഞ്ചലസിൽ അസൂസ് സ്ട്രീറ്റ് റിവൈവൽ എന്നാണ് അതിനെ പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് വില്യം ജെ സെയ്മർ എന്ന് പറയുന്ന അമേരിക്കയിൽ ജനിച്ച കറുത്ത വർഗക്കാരൻ. മനസ്സിലാക്കുക, അമേരിക്കയിൽ ജനിച്ച കറുത്ത വർഗക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേരൻസ് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും വന്ന സ്ലേവായിട്ട് വന്ന ആഫ്രിക്കനായിരുന്നു. അപ്പം
വില്യം ജെ സെയ്മർ, അദ്ദേഹം ജനിച്ചത് ലൂസിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമേരിക്കയിൽ. അദ്ദേഹം അത് ചെറുപ്പത്തിലെ ഭയങ്കര വിശ്വാസിയായിരുന്നു, ചെറുപ്പം മുതലേ. അപ്പോൾ അവർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത് ടെക്സാസിൽ ചാൾസ് ഫർഹാൻ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജ് ടീച്ചർ, അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജായിരുന്നു ഈ ടെക്സാസിൽ. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് അമേരിക്കൻ സിവിൽ വാർ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഈ വില്യം ജെ സെയ്മർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ മൂലയ്ക്കാണ് ഇരിക്കേണ്ടത്, അതായത് കറുത്ത വർഗ്ഗക്കാരൻ. അപ്പോൾ ഇത്രമാത്രം ഈ റേസിസമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഈ പറയുന്ന ബിബിളിക്കൽ കോളേജിലെ പഠനം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുക. കാരണം അതിനെപ്പറ്റി അദ്ദേഹം കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു നോക്കി, അദ്ദേഹത്തെ പറ്റി പറയുന്ന പുസ്തകങ്ങൾ വായിച്ചു നോക്കി, ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതലുണ്ടായ, കാരണം ഈ പറയുന്ന ചാൾസ് ഫർഹാൻ എന്ന് പറയുന്ന ബൈബിളിക്കൽ ടീച്ചർ, ഇദ്ദേഹം ബാപ്റ്റിസ്റ്റ് ആയിരുന്നു ബേസിക്കലി. പക്ഷെ അദ്ദേഹം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച സംഭവം ഹോളി സ്പിരിറ്റ്, സാൽവേഷൻ, ടങ്സ് ആൻഡ് മിറക്കിൾ. ഈ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവ്. സാൽവേഷൻ, രക്ഷ പ്രാപിക്കുക. 3 ടങ്സ്, അന്യഭാഷയിൽ പറയുക. 4 മിറക്കിൾസ്, അത്ഭുത പ്രവർത്തി ചെയ്യുക. ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ വില്യം ജെ സെയ്മർ എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരന് അതിനോട് താല്പര്യമുണ്ടായി. ഇതാണ് ആദ്യകാലത്ത്, അതായത് ഞാൻ ഈ പറയുന്ന ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കാര്യമാണ്. അതേപോലെ 2005 തുടക്കത്തിലെ കാര്യമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കാര്യം. 1905, അതായത് 1905 ഈ പറയുന്ന വില്യം ജെ സെയ്മർ എന്ന് പറയുന്നയാൾ ഈ അസൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന 325 സ്ട്രീറ്റ് നമ്പർ, അവിടെ ഒരു ചെറിയൊരു ഹാളിൽ, അതായത് അവിടെയുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ വെയർ ഹൗസ്, സാധനങ്ങളൊക്കെ കൊണ്ടിരുന്ന സ്ഥലം, അതെല്ലാം മാറ്റിയിട്ട് ചെറിയൊരു കൂട്ടം ആൾക്കാരുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു പ്രെയർ മീറ്റിംഗ്. കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഈ ഹോളി സ്പിരിറ്റ്, ടങ്സ്, അന്യഭാഷയിൽ സംസാരം, മിറക്കിൾസ്, ഈ സംഭവം ഉണ്ടായത് അവിടെ വെച്ചാണ്. അതിനെ തുടർന്നാണ് ഇതിനെ റിവൈവൽ, പെൻഡക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയാൻ തുടങ്ങുന്നത്. പിടികിട്ടിയ സംഭവം അല്ല നിങ്ങൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാരും അവരിവരും കൊണ്ടുവന്നു, അല്ലെ അബദ്ധങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. പല ക്രൈസ്തവരും വള എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ഹിസ്റ്ററി പഠിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം. വില്യം ജെ സെയ്മർ, അപ്പോൾ അയാളുടെ കൂടെ ആൾക്കാർ കൂടാൻ തുടങ്ങി. ഇനി എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കറുത്ത വർഗ്ഗക്കാരനായ വില്യം ജെ സെയ്മർ എന്ന് പറഞ്ഞ പ്രീച്ചർ, അദ്ദേഹം നടത്തിയ റിവൈവലിന് പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഈ സായിപ്പോ, അതേപോലെ മദാമ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ആൾക്കാർക്കും വരാം. കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഭാഷയോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എല്ലാവരോടും പറഞ്ഞു വരാൻ. അവിടെയാണ് ഈ അമേരിക്കൻ സിവിൽ മൂവ്മെൻറ്റിന് ശേഷം, സിവിൽ വാറിന് ശേഷം അമേരിക്കയുടെ ലൈഫ് മാറ്റിയ സംഭവമാണ് ഈ പെൻഡക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറഞ്ഞ് ലോസ് ഏഞ്ചലസ് ഈ ചെറിയ ഭാഗത്ത് ഉണ്ടായ സംഭവം. പിടികിട്ടിയോ? ഇത് അമേരിക്കയിൽ മുഴുവൻ കത്തി അങ്ങ് പാടി പെട്ടെന്ന് ഇത് പോയത്. അതായത് അവിടുത്തെ മേൽക്കോയ്മ എന്ന് പറയുന്നത് ബാപ്റ്റിസ്റ്റ് ചർച്ചായിരുന്നു. അവരുടെ നട്ടലൊടിക്കുന്ന രീതിയിലാണ് ഈ പെൻഡക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയുന്നത് ആഞ്ഞടിച്ചത്. പിന്നീട് അത് ലേറ്റർ കൺവേർട്ട് ഇൻറ്റു സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചും പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചർച്ച് പല ചർച്ചുകളായിട്ട് മാറി. ഇവിടെയാണ് ഇവരുടെ മേജറായിട്ടുള്ള 3-4 പോയിൻ്റാണ് ഹോളി സ്പിരിറ്റ്, അതായത് പരിശുദ്ധാത്മാവ്. 2ാമത് മിറക്കിൾസ്. 3ാമത് ടങ്സ്, അന്യഭാഷ. 4ാമത് സാൽവേഷൻ. അപ്പം ഈ സംഭവങ്ങളൊന്നും തന്നെ, അത് സാൽവേഷൻ ഒഴികെ ബാക്കി 3 ഈ ബാപ്റ്റിസ്റ്റ്, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ അറിയപ്പെടുന്നത് വേർപാടിന് ഈ സംഭവമില്ല. വേർപാട് നേരത്തെ ഇന്ത്യയിലൊക്കെ ഉണ്ടായത്, പക്ഷെ അവർക്ക് ഈ സംഭവമില്ല.
ഇനി നമ്മൾ ഇന്ത്യയിലോട്ട് പോകാം. ആരാണ്, എങ്ങനെയാണ്, എന്നാണ് ഇന്ത്യയിൽ പെൻഡക്കോസ്റ്റൽ റിവൈവൽ ഉണ്ടായത്? ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അപ്പം ആദ്യമായിട്ട് ഈ പെൻഡക്കോസ്റ്റൽ റിവൈവലുമായിട്ട് ഇന്ത്യയിൽ വരുന്ന നോർവീജിയൻ മിഷണറിയാണ്. അതായത് 1920 ആ സമയത്താണ് ജോർജ് ബെർഗ് എന്ന് പറയുന്ന നോർവീജിയൻ മിഷണറി കൽക്കട്ടയിലാണ് വരുന്നത്. അതിനുശേഷം ജോർജ് ഗ്രാർ എന്ന് പറയുന്ന മറ്റൊരു മിഷണറി മഹാരാഷ്ട്രയിൽ വരുന്നു. പക്ഷെ മഹാരാഷ്ട്രയിൽ അദ്ദേഹം വരുന്ന സമയത്ത് അവിടെ കൺവേർട്ടായിട്ടുള്ള ഒരു പൂനെയിലുള്ള ഒരു ഹിന്ദു, അയാൾ ഇദ്ദേഹം കാണുന്നത് ടങ്സിൽ സംസാരിക്കുന്നുണ്ട്, അന്യഭാഷയിൽ. ഇത് പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അവർ വന്നു. പക്ഷെ ഇതൊന്നുമല്ല മാറ്റം ഉണ്ടായത്. റോബർട്ട് ജെ കുക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സായിപ്പ് കേരളത്തിൽ വരുന്നു. അതായത് ഇയാളെ മലയാളികൾ വിളിച്ചുകൊണ്ടിരുന്നു കുക്കു സായിപ്പ് എന്നായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ വരാനുണ്ടായ കാരണം സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരുള്ള ബെൽറ്റിലാണ് ഇദ്ദേഹം പോകുന്നത്. അതായത് ഞാൻ എൻ്റെ സ്ഥലമായ പത്തനാപുരം, അടൂര്, അടുത്തുള്ള തിരുവല്ല, പത്തനംതിട്ട, പുനലൂര്, അഞ്ചൽ, ചെങ്ങന്നൂർ, കുമ്പനാട്, ഈ ഭാഗത്താണ് ഈ റോബർട്ട് ജെ കുക്ക് എന്ന് പറയുന്നയാൾ ഈ പറയുന്ന പെൻഡക്കോസ്റ്റൽ റിവൈവലുമായിട്ട് പോകുന്നത്. അവിടെ പുള്ളിക്ക് ആകർഷിക്കാനുണ്ട്. അവിടെ പല ആൾക്കാരും കൺവേർട്ട് ചെയ്യാനുള്ള റീസണും ഉണ്ട്, അതിൻ്റെ ബേസ് ഉണ്ട്. ഇവർ ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. ആ ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ബെൽറ്റിൽ കാത്തലിക് ക്രിസ്ത്യൻസ് അല്ല, അവിടെ നോൺ കാത്തലിക് ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. അവിടെ ഏറ്റവും കൂടുതലുള്ള ഓർത്തഡോക്സുകാർ, രണ്ടാമത് മാർത്തോമൈറ്റ്, മൂന്നാമത് CSI. ഇവരുടെ ഇടയ്ക്കോട്ടാണ് ഈ പറയുന്ന പെൻഡക്കോസ്റ്റൽ റിവൈവൽ കയറുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഹോളി സ്പിരിറ്റ്, ഈ പറയുന്ന ടങ്സ്, അതായത് അന്യഭാഷ, അതേപോലെ തന്നെ മിറക്കിൾസ്, ഈ സംഭവങ്ങളെല്ലാം ഇത് കയറി അവിടെ ഒരു വൈറൽ റിവൈവലായിട്ട് മാറി. അന്ന് അവിടെ ജീവിച്ചു കൊണ്ടിരുന്ന ക്രൈസ്തവർക്ക് അവർ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു. ഓരോ വീടുകളിലും 8ഉം 10ഉം കുട്ടികളുണ്ട്. ഇവരെങ്ങനെ വളർത്തണമെന്നറിയാത്ത സ്ഥിതിയിൽ കഴിയുമ്പോഴാണ് ഈ പറയുന്ന കുക്കു സാഹിബ് അവിടെ വന്നിട്ട് ഈ കൂട്ടായ്മ, അതായത് ഞാൻ പറയുന്ന മീറ്റിംഗ്, ഈ റിവൈവൽ അവിടെ തുടങ്ങാനുണ്ടായ സംഭവം. ഇതവിടെ വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. ആ ഒരു സമയത്ത് ഒരു K.E. എബ്രഹാം, അയാളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ പെൻഡക്കോസ്റ്റ് ചർച്ച്, IPC, അതിൻ്റെ കുമ്പനാട് അതിൻ്റെ ആസ്ഥാനം, അവിടെ ഓപ്പൺ ചെയ്യുന്നത്. അവിടെയാണ് ഫൗണ്ടർ എന്ന് പറയുന്ന K.E. എബ്രഹാമാണ്. അയാളെ മുന്നിൽ നിർത്തിയാണ് ഈ പെൻഡക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ ചർച്ച് ഉണ്ടാകുകയും പിന്നീട് അസംബ്ലീസ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ സംഭവം, ഫുൾ ഗോസ്പൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായി. ഇത് ലേറ്റർ സ്റ്റേജിലാണ്. അതിൻ്റെ കൂടെ ആ സമയത്തൊക്കെയാണ് ഇതുണ്ടായത്. അവിടെയാണ് ബേസിക്കലി കേരളത്തിൻ്റെ, അതായത് ഇന്ത്യയിലെ ശരിക്കും റിവൈവൽ നടക്കുന്നത്. ഈ പറയുന്ന 1924, 25, 30 ആ സമയത്താണ് ഇത് തുടക്കം കുറിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഇത് ചേഞ്ച് ആയിട്ടങ്ങ് മാറാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ് പ്രധാനപ്പെട്ടത്. അപ്പം അതിനുശേഷം അവിടെയുള്ള പല ചെറുപ്പക്കാരും വീട്ടുകാരും, നിങ്ങൾ കേട്ട് കാണും, ഉപദേശി കൾച്ചർ. അപ്പോൾ ആ രീതിയിൽ ഇവർ സ്ട്രീറ്റുകളിലാണ് കൂടുതലും പ്രസംഗിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടാണ് ഉപദേശ സ്ട്രീറ്റിലൊക്കെ ഇന്ന് മൈക്ക് എന്ന് പ്രസംഗിക്കുന്നത്, മറ്റൊരു ഉപദേശക്കൂട്ട് ഏറ്റുപദേശി. ഇതിൻ്റെ കാര്യം ഈ പറയുന്ന അസൂസ് സ്ട്രീറ്റ് റിവൈവലിൽ ഇത് സ്ട്രീറ്റിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് ഗോസ്പെൽ സ്ട്രീറ്റിൽ പറയുക എന്ന ഫിലോസഫി ഈ പറയുന്ന റോബർട്ട് ജെ കുക്ക് ഇതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. കാരണം ഈ പുള്ളി ഇത് പറഞ്ഞു കൊടുത്തു. അതിൻ്റെയാണ് പിന്നീട് സ്ട്രീറ്റുകളിലാണ് ഈ സുവിശേഷം ഗോസ്പെൽ ഏറ്റവും കൂടുതൽ അവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചത്. സംഭവം ഇനി അടുത്ത പാട്ടിലോട്ട് കിടക്കാം. അതായത് പിന്നീട് ഇവർക്കുണ്ടായ എക്കണോമിക് പ്രോസ്പെരിറ്റി, അതായത് ഇവർ പെൻഡക്കോസ്റ്റ് ഇതിനകത്ത് എക്കണോമിക് പ്രോസ്പെരിറ്റി, ഇവരിലുണ്ടായ മിറക്കിൾ, ഇവരിലുണ്ടായ സാൽവേഷൻ, അതായത് ഈ പറയുന്ന ശ്രീൻ ക്രിസ്ത്യൻ്റെ അടുത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കയറി അങ്ങ് അടിച്ചു.
ഇതിനകത്ത് ആകൃഷ്ടരായിട്ട് ഹിന്ദുക്കളായ പലരും അപ്പർ കാസ്റ്റ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പേരാണ് പോൾ പിള്ളെ എന്ന് പറയുന്ന ഒരാളുണ്ട് ഡൽഹിയിൽ, ഗ്രേസ് ബൈബിൾ കോളേജ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പഴയ പട്ടം താണുപിള്ളയുടെ അടുത്ത ബന്ധുവാണ്. അതേപോലെ പല ഡോക്ടർ മുരളീധരൻ, ഒത്തിരി നായേഴ്സും കുറച്ച് പിള്ളമാരും എല്ലാം ഈ സഭയുമായിട്ട് ഈ റിവൈവൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും വെച്ച്, അതായത് ഒരു എലീറ്റ് ക്ലാസ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അടുത്ത പോയിന്റ്, ഇനി ഇവരിൽ നിന്നുണ്ടായ ആ അടുത്ത ജനറേഷൻ, അതായത് നമുക്ക് ഇഷ്ടംപോലെ പിള്ളേരും കുട്ടികളും ഒക്കെ ഉണ്ട്, ഇവരെല്ലാം പരിപൂർണമായിട്ടും ഗോസ്പലിന് വേണ്ടി നിലകൊണ്ടു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ പറയുന്ന തിയോളജി കോളേജും അവിടെയും ഇവിടെയും നല്ല തിയോളജി കോളേജ് കേരളത്തിലുണ്ടായി. അതേപോലെ ബാംഗ്ലൂരിലുണ്ടായി, ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജ് ചെന്നൈയിലുണ്ടായി. അവിടെയൊക്കെ പഠിച്ചിട്ട് ഇവർ ചെയ്തത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷ പ്രചരണത്തിനായിട്ട് പോയി, ഒന്നും ആലോചിക്കാതെ. ഞാൻ ഇന്ന് പറയുന്ന ഈ കള്ളന്മാരെ, തങ്കു ബ്രദറിനെ പറ്റി, ഇവരെ പറ്റി ഒന്നുമല്ല പറയുന്നത്, അന്നത്തെ ഒരു സുവിശേഷത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവരവിടെ പോവുകയും, അത് ഇവരുടെ ഒന്നുമില്ല, പണമൊന്നുമില്ല, ഇവരുടെ ആകെ ഉള്ളത് ബൈബിളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഡോക്ടർ M.A. തോമസ് കോട്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആരെങ്ങനെയാണ്, പുള്ളി എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ കഥ. അന്ന് പണമില്ലാതെ അദ്ദേഹം ജയ്പൂരിൽ നിന്ന് കോട്ട വരെ ഏകദേശം 200 കിലോമീറ്റർ നടന്നിട്ടാണ് പോയത്, വണ്ടിക്കൂലിയില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കോട്ടയിൽ ചെന്നാൽ ഇമാനുവൽ മിഷൻ കോട്ട മുഴുവനും മാറ്റി രാജസ്ഥാൻ മാറ്റി. അപ്പം ഇതേപോലെ തന്നെ പല ആൾക്കാരും, അതായത് നിങ്ങളൊന്നും കേൾക്കാത്ത പല പേരുകൾ, കാരണം ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല, ഇവരുടെ ഇവരുടെ ചിലപ്പോൾ സൈക്കിള് കാണും, ഒരു ബൈബിള് കാണും. ഒരു കഥയും കൂടെ പറയാം. കൊടൈക്കനാലിൽ എനിക്കറിയാവുന്ന അയാളുടെ പേര് കുര്യൻ എന്നാ പേര്, അയാളുടെ പിതാവ് ഒരു ബൈബിളും ഒരു സൈക്കിളുമായിട്ടാണ് കൊടൈക്കനാൽ മലയിൽ കയറുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയതാണ് സയൻ ഇൻ്റർനാഷണൽ സ്കൂൾ. അവിടെ പഠിച്ചതാണ് ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ പല ആൾക്കാർ. അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിന് പറയേണ്ടി വന്നത്, ഐ എം പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാത്തലിക്സിന് ഇതിനകത്ത് യാതൊരു റോളുമില്ല. കാരണം കാത്തലിക്സ് ഗോസ്പൽ എന്ന് പറഞ്ഞ സാധനവുമായിട്ട് അതിനേക്കാളും താല്പര്യം അവർക്ക് സ്കൂൾസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ, ഈ പരിപാടിയൊക്കെയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കാത്തലിക്കിനെ പരിചയപ്പെടുവാണെങ്കിൽ, എൻ്റെ ഒരു സ്റ്റഡി വെച്ച് പറയാണ്, നിങ്ങളൊരു കാത്തലിക്കിനെ, ഒരു ഓർത്തഡോക്സുകാരനെ, ഒരു മർത്തോമക്കാരനെ പരിചയപ്പെടുവാണെങ്കിൽ അവരൊരു കാരണവശാലും നിങ്ങളോട് ഗോസ്പൽ പറയാൻ തയ്യാറാവത്തില്ല. പക്ഷെ നിങ്ങളൊരു പെന്തക്കോസ്റ്റുകാരനെ പരിചയപ്പെട്ട് നോക്കാം, 100% അവൻ നിന്നോട് ഗോസ്പൽ പറയും. കാരണം ഒരു പെന്തക്കോസ്റ്റുകാരൻ അവൻ്റെ ലൈഫ് മുഴുവനും അവൻ ഗോസ്പലിന് വേണ്ടിയാണ് അവൻ്റെ ആദ്യത്തെ ലൈഫ് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞാണ് അവൻ്റെ പ്രൈമറി ലൈഫ് ഗോസ്പലാണ്. അതാണ് അവരുടെ ടീച്ചിങ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കേരളത്തിൽ നിന്ന് പോയവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പ്രയത്നത്തിൻ്റെ ഫലം, അതായത് അവർ ചെയ്ത ഹാർഡ് വർക്കാണ് ഇപ്പോഴത്തെ സംഭവം, ഹാർവസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇതിനെ നിങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനം നടത്താം. പക്ഷേ ഇന്നത്തെ ഈ പല ന്യൂ ജനറേഷൻ പല ചർച്ചകളും ഇതിൻ്റെയൊക്കെ തുടക്കക്കാരെന്ന് പറയുന്നത് ബേസിക്കലി ഈ റോബർട്ട് ജെ കുക്ക് എന്ന് പറയുന്ന കേരളത്തിൽ വന്ന് സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് വന്ന് അവിടെ റിവൈവൽ നടത്തിയാണ്. പിന്നെ ഞാൻ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. ഇതിൽ ഫർദറായിട്ട് ഞാൻ ഇതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്ന് നേറ്റിവിറ്റി ചർച്ചാണ് ഉണ്ടാക്കിയത്. എന്താണ് നേറ്റിവിറ്റി ചർച്ച? അതൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് മാറി ഇന്ത്യയുടെ കേരളത്തിൻ്റെ രീതിയിലുള്ള നേറ്റിവിറ്റി ചർച്ച്. ഇത് തന്നെയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയവർ. നിങ്ങൾ മനസ്സിലാക്കുക, ഛത്തീസ്ഗഡിലും അവിടെയൊക്കെ പോയത്, ഛത്തീസ്ഗഡിലും ഈ പറയുന്ന ട്രൈബൽ ഏരിയയിലും ഒറീസയിലൊക്കെ പോയേക്കുന്ന കേരളത്തിൽ നിന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ പോയിട്ടാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ അവരവിടെ പോയിട്ടത് ചെയ്തത്. അവരുടെ ആ പ്രദേശത്തിന് അനുകൂലമായ രീതിയിൽ ഭാഷ ഉണ്ടാക്കി, ആ ഭാഷയിൽ പാട്ടുകൾ ഉണ്ടാക്കി, ആ പാട്ടിൽ വർഷിപ്പ് ഉണ്ടാക്കി അവരുടെ പാസ്റ്റർമാരെ പഠിപ്പിച്ച് ടീച്ച് ചെയ്തെടുത്തു.
ഇത് വലിയ ടാസ്ക്കാണ് ഇവരെടുത്ത്. ഇത്രയും ടാസ്ക്കൊന്നും കേരളത്തിലെ കാത്തലിക്സും ഒരു സഭയെടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കുക, അവർ ഭയങ്കര അഗ്രസീവാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാത്തലിക്സും ഓർത്തഡോക്സും ഈ മാർത്തോമയൊന്നും അഗ്രസീവല്ല. ഇവർ ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടെ ഒരാളെ കിട്ടുവാണെങ്കിൽ അവൻ്റെ പുറകെ നിൽക്കും. ആ അഗ്രസീവിൻ്റെ റിസൾട്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്. പിന്നെ ഇവരുടെ ഡോക്ട്രീൻ ഉണ്ട്, നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവമാണ്. എന്താ ഡോക്ട്രീൻ? നിങ്ങൾ ഇവരെ അടിച്ചാലോ ഉപദ്രവിച്ചാലോ ഇവർ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇവർ കരയോ ഒന്നും ചെയ്യത്തില്ല. ഇവർ ചിരിച്ചോട്ടേ പോകും. അവരെ പഠിപ്പിക്കുന്ന ടീച്ചിങ് അതാണ്. ഇതിൻ്റെ പേരിലാണ് പലയിടത്തും, അതായത് ജയിലിൽ പോയാലും പലയിടത്തും ഇവർക്ക് ശത്രുക്കളില്ല. ഇവരുടെ അതുപോലെ ഞാൻ പറഞ്ഞ അഗ്രസീവ്. ഇവർ പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോസ്പലാണ്. ആ ലക്ഷ്യമാണ് നമ്മൾ കണ്ടത്, പഞ്ചാബിൽ കണ്ടത്, മലയാളികളിൽ, അതേപോലെ തന്നെ ആന്ധ്രയെ കണ്ടു, അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ കണ്ടു. ഞാൻ ഈ കർണാടകയെ പറ്റിയും മഹാരാഷ്ട്രയെ പറ്റിയൊക്കെ ഞാൻ പറയാം. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുവാണ് ഈ സംഭവം നടക്കുന്നത് ഈ ലോകത്ത്, ഇന്ത്യയിൽ. കാരണം ഇതായിരിക്കും ഇന്ത്യയിൽ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകുന്ന ഏറ്റവും വലിയ ചർച്ച. കാരണം ഇന്ത്യയുടെ സോഷ്യോളജിയും സോഷ്യൽ സ്ട്രക്ചറും മുഴുവനും ചേഞ്ച് ആവുകയാണ്. കാരണം പെൻഡക്കോസ്റ്റ് റിവൈവൽ എന്ന സംഭവം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള ചേഞ്ചാണ്. പിന്നെ അതിനെപ്പറ്റി നിങ്ങളോട് ഞാൻ ചൈനയിലുണ്ടായ സംഭവം പറയാം വേറൊരു വീഡിയോയിൽ. എന്താണ് കൊറിയയിൽ സംഭവിച്ചത് അത് പറയാം. അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും എന്താണ് സംഭവിച്ചത്, പെൻഡക്കോസ്റ്റൽ റിവൈവൽ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വത്തിക്കാൻ പണമോ സോണിയാഗാന്ധി പണമോ ഒരു പുല്ലുമല്ല. ഇത് പെൻഡക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയുന്നത് ഇതിന് എത്ര വർഷത്തെ ഇതുണ്ട് ആലോചിച്ച് നോക്കുക. 100 വർഷം പോലും ആയിട്ടില്ല. അവിടെയാണ് ഇത് കയറി അടിച്ചിരിക്കുന്നത്. ഭയങ്കര വേവാണ് അടിച്ചിരിക്കുന്നത്. ഈ വേവിലാണ് ലോകം ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിയും. പിന്നെ മറ്റു പല ആൾക്കാരും അത് ഇതൊക്കെ പറയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് ഒരുത്തിനും താല്പര്യമില്ല എൻ്റെ വീഡിയോ കാണുന്നത്. ഓക്കെ, എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കാണുന്നെങ്കിൽ ഓക്കെ ഫൈൻ, കണ്ടില്ല ഫൈൻ, ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ. താങ്ക് യു.